വഴി തെളിവിനായി. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളിൽ ദൈവമാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയും വഴികാട്ടലും തേടുന്നതാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ആശയക്കുഴപ്പങ്ങളിൽ നിന്നുള്ള മോചനം. പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം എൻ്റെ വഴികൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുമ്പോൾ എന്നെ നയിക്കണമേ എന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാത്ത നിസ്സഹായമായ അവസ്ഥകളിൽ എത്താറുണ്ട്. ആത്മീയമായ ഇരുളോ ഭൗതികമായ പ്രതിസന്ധികളോ നമ്മെ തളർത്തുമ്പോൾ ശരിയായ പാത കാണിച്ചു തരാൻ പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം ഇവിടെ തേടുന്നു. ഒരമ്മ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ ജീവിതയാത്രയിൽ വഴി തെറ്റാതെ കാത്തു സൂക്ഷിക്കണമെന്ന അപേക്ഷയാണിത്. ഹൃദയത്തിൻ്റെ പ്രകാശം. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എൻ്റെ ഹൃദയം പ്രകാശിപ്പിക്കണമേ എന്ന വരികൾ വളരെ അർത്ഥവത്താണ്. ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ഹൃദയത്തിൽ ദൈവികമായ പ്രകാശമുണ്ടാകുമ്പോൾ മാത്രമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. ശരിയായ തീരുമാനങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. അതിനാൽ വിവേകപൂർണമായ മനോഭാവം ലഭിക്കാനായി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ശരണാഗതിയുടെ ഭാവം. ഈ പ്രാർത്ഥന പൂർണ്ണമായും ഒരു ശരണാഗതിയുടെ ഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. സ്വന്തം കഴിവിലോ ബുദ്ധിയിലോ മാത്രം വിശ്വസിക്കാതെ ഉന്നതമായ ഒരു ശക്തിയുടെ ഇടപെടൽ ആഗ്രഹിക്കുന്ന വിനയമാണ് ഇതിൽ തെളിയുന്നത്. പരിശുദ്ധ കന്യകാമറിയമേ എന്ന സംബോധനയിലൂടെ അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും പ്രകടമാക്കുന്നു. ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ പകച്ചു നിൽക്കുന്ന ഏതൊരാൾക്കും ആശ്വാസവും ധൈര്യവും പകരുന്ന വരികളാണിവ. ഇരുളടഞ്ഞ പാതകളിൽ വെളിച്ചമായി മാറാനും പതറാതെ മുന്നോട്ടു പോകാനും ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.